സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ ദൈവവചന ചിന്തയുമായിട്ട് വരുവാൻ കർത്താവിനെ ഇടയാക്കിയതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അഗെയിൻ ഇറ്റ്സ് മീ ബിദു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 13:13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇതാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്ത വാക്യം. അപ്പോൾ വചനം എന്താ പറയുന്നത്? നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് സ്നേഹമാണ് എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സ്നേഹമില്ല എങ്കിൽ നമ്മളൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആഴം കൊണ്ടാണ് നമ്മളിന്ന് ദൈവമക്കളായിട്ട് നിൽക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ നമ്മൾ കാൽവരി ക്രൂശിലോട്ട് നോക്കിയാൽ പോരെ. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി പാപപരിഹാരമായിട്ട് അർപ്പിക്കുവാൻ മനസ്സ് തോന്നി. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു വില നമ്മൾ അറിയുന്നത് നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോഴാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട്, ദൈവം നമ്മളെ അല്ലെങ്കിൽ നശിച്ചു പോകാതെ നമ്മൾ നിൽക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട്, ആ സ്നേഹം നമ്മളോടുള്ളത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നു. ആ സ്നേഹം മനസ്സിലാക്കി കർത്താവ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സ്വന്തം ജീവൻ നൽകുവാനും താൻ പാപപരിഹാരമാകുവാനും കഷ്ടങ്ങളും പീഡകളും ഏറ്റെടുക്കുവാനും തക്കവണ്ണം എന്ത് ചെയ്തു? മനസ്സുള്ളവനായി തീർന്നു. നമ്മളും അപ്രകാരമായിരിക്കണം. നമ്മളും ദൈവസ്നേഹമുള്ളവരായിരിക്കണം. നമ്മളെ സ്നേഹിച്ച ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിനായി ജീവിക്കുന്നവരായിരിക്കണം. അപ്പോൾ 1 യോഹന്നാൻ 4:8 പറയുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹമാകുന്നു എന്ന് ദൈവവചനം പറയുക. ദൈവം സ്നേഹമാകുമ്പോൾ ആ ദൈവം നമ്മളിൽ വസിക്കണ്ടേ? ആ ദൈവത്തിലൂടെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? ആ സ്നേഹത്തിലൂടെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്നേഹമില്ലാത്ത പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ദൈവവചനം ഈ 13-ാമത്തെ അധ്യായത്തിൽ, അതായത് 1 കൊരിന്ത്യർ 13 നമ്മൾ ദൈവവചനം മുഴുവനും വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. ഇങ്ങനെ വചനത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. എപ്പോഴും ക്ഷമിക്കുവാനും ഒക്കെ കഴിവുള്ളതാണ് സ്നേഹം. എങ്കിൽ നമുക്കൊരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളിൽ ദൈവസ്നേഹമുണ്ടോ? നമ്മൾ ഒരാളോട് ചീർക്കുകയാണെങ്കിൽ നമ്മൾ ദൈവസ്നേഹമുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ സുഹൃത്തുക്കളോടാകട്ടെ, നമ്മുടെ സഹോദരങ്ങളോടാകട്ടെ, നമ്മുടെ ദൈവ മക്കളോടാകട്ടെ. ഇപ്പം നമ്മൾ ഒരു ചർച്ചിൽ പോകുന്നവരെല്ലാം നമ്മൾ ഒരു ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോൾ അവിടെയുള്ള ചർച്ചിലുള്ളവരോടാകട്ടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. തെറ്റുകൾ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും. തെറ്റുകൾ ഓരോരുത്തർക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരും പെർഫെക്റ്റ് അല്ല, ആരും ദൈവവുമല്ല. നമ്മുടെ മനുഷ്യരാകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കുറവുകളും പോരായ്മകളും ഉണ്ട്, മാനുഷികമായ ബലഹീനതകളുണ്ട്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടെന്ന് വരാം, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നെന്ന് വരാം, നമുക്ക് കോപം വന്നെന്ന് വരാം. എങ്കിൽ അതെല്ലാം ക്ഷമിക്കാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് ആ ക്ഷമ ചോദിക്കാൻ നമുക്ക് കഴിയണ്ടേ? ദൈവസ്നേഹത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയണ്ടേ? ദൈവസ്നേഹമുള്ള ഒരാൾ ഒരു ചെറിയ പ്രശ്നം വന്നാലും അത് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നവരാകണം.
അത് മുമ്പോട്ട് വെച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി കളയാതെ, അത് വലിയ പ്രയാസങ്ങളാക്കി മാറ്റാതെ, അതെല്ലാം ദൈവസ്നേഹത്തിൽ മറച്ചു കളയുന്നവരായി മാറണം. അതല്ലേ ദൈവസ്നേഹം നമ്മളെ പഠിപ്പിക്കുന്നത്, അതല്ലേ ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദൈവസ്നേഹത്തിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേനും റോമർ 8:28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹം അതുപോലെ ചെയ്യുന്നവരാകില്ലേ. അപ്പോൾ നമുക്ക് നന്മകളില്ല, നമുക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, നമ്മൾ ദൈവസ്നേഹം ആചരിക്കുന്നവരാണോ, നമ്മൾ ദൈവസ്നേഹത്തെ അനുസരിക്കുന്നവരാണോ, നമ്മൾ ദൈവസ്നേഹത്തെ അനുകരിക്കുന്നവരാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ. കർത്താവ് നമുക്കൊന്നും തരുന്നില്ല, കർത്താവ് നമ്മളെ കാണുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ആ ദൈവസ്നേഹം ആചരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ദൈവസ്നേഹം അനുസരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ദൈവസ്നേഹത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടോ? നമ്മൾ വാശികളും വൈരാഗ്യങ്ങളും മനസ്സിൽ കണ്ടുവച്ച് ആ വാശിയിലൂടെയും വൈരാഗ്യങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ ദൈവസ്നേഹം അവിടെ ഒന്നുമില്ലാതായി പോകുന്നില്ലേ? ദൈവസ്നേഹം അവിടെ അടക്കപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലേക്ക് ആകുകയല്ലേ? ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ അടച്ചുപൂട്ടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പുറത്തെടുക്കാതെ ആ സ്നേഹം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് പുറത്തെടുക്കാതെ എങ്ങനെയാ സ്നേഹം എന്താണെന്ന് മനസ്സിലാകുന്നേ? അത് പ്രകടിപ്പിക്കേണ്ടവരോട് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? അത് കൊടുക്കേണ്ടവർക്ക് നമ്മളത് കൊടുക്കണ്ടേ? സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടച്ചു പൂട്ടി വെച്ചിട്ട് എന്താ പ്രയോജനം? അപ്പനാണേലും അമ്മയാണേലും അവരോട് കാണിക്കേണ്ട സ്നേഹം നമ്മൾ കാണിക്കണ്ടേ? അതെങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് അപ്രകാരം അവരോട് കാണിച്ചാലല്ലേ ആ സ്നേഹം അവർക്കിലേക്ക് എത്തത്തുള്ളൂ. കയ്യിൽ പൈസ ഉണ്ട്, അത് മുറുക്കി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അത് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ നമ്മളത് ഒരാവശ്യം വരുമ്പോൾ അത് എടുത്തിട്ട് കൊടുക്കുന്നില്ല, അത് അതിന് ഉപകരിക്കുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. ആവശ്യത്തിന് വേണ്ടിയാണല്ലോ പണം നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പണം അതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ പണം കൊണ്ട് എന്താണ് വാല്യൂ ഉള്ളത്, എന്താണ് അതിനുകൊണ്ട് അർത്ഥമുള്ളത്? അത് വെറും ഒരു പേപ്പർ കഷ്ണമാണ്. അത് പിന്നെ അതിനൊരു യൂസും ഇല്ലാത്തൊരു വസ്തുവായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ സ്നേഹം അതുപോലാണ്. നമ്മളത് കൊടുക്കാത്തിടത്തോളം കാലം, നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്തിടത്തോളം കാലം അതൊരു യൂസ് ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല, അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്നേഹം, ദൈവസ്നേഹം നമ്മളുള്ളിടത്തോളം കാലം ദൈവത്തെ നമ്മൾ അറിഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ കർത്താവ് നമുക്ക് എന്താണ് കാണിച്ചത്? ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ദൈവസ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ മാനിക്കണം, സ്നേഹിക്കണം. ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ലേ? നമ്മുടെ സുഹൃത്തുക്കളെ, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കണം. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. എൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. ഇതൊക്കെയും കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന വചനങ്ങളാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെയാണോ? ഒരു സഭയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈർഷ്യയുള്ളവരില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരില്ലേ? ദൈവത്തിൻ്റെ അപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് വഹിച്ചിട്ട് നമ്മൾ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നവരില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദൈവസ്നേഹത്തിൻ്റെ ആധാരമാണോ? ഇതൊക്കെ നമ്മുടെ ദൈവസ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണോ? അല്ല. എങ്കിൽ കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ മുമ്പോട്ട് പോകണ്ടേ? നമ്മൾ കർത്താവിൻ്റെ വചനത്തിനോടൊപ്പം പോകണ്ടേ? അങ്ങനെയല്ലേ നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത്. ഇപ്പം ദൈവസ്നേഹം നമ്മളിലുള്ളപ്പോൾ ആ ദൈവസ്നേഹത്തിനനുസരിച്ച് നടക്കാൻ നമുക്ക് പറ്റണ്ടേ? ചീർക്കാതെ, നിഗളിക്കാതെ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ക്ഷമയുള്ളവരായി, ദേഷ്യപ്പെടാതെ, ദൈവസ്നേഹം, ദൈവം എന്താണോ നമുക്ക് കാണിച്ചു തന്ന വഴി, ആ വഴിയിൽ നമ്മൾ നടക്കണ്ടേ? എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം, എല്ലാവരോടും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം, എല്ലാവരോടും കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അടുത്തുള്ള ഒരാൾ നമ്മളോട് മിണ്ടിയില്ലേ പോലും, നമ്മളോട് ഈർച്ചയുള്ള ഒരാളോട് പോലും നമുക്ക് ദയ തോന്നി, അവർക്കത് ദൈവത്തെ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴം അറിയാത്തത് കൊണ്ടായിരിക്കും. ദൈവവചനം അറിയുന്ന നമ്മൾ വേണ്ടേ അത് ക്ഷമിക്കാൻ? ദൈവവചനം അറിയുന്ന നമ്മൾ വേണ്ടേ അത് പൊറുക്കാൻ? ദൈവസ്നേഹത്തെ അവർക്ക് പകർന്നു കൊടുക്കാൻ? നമ്മൾ തിരുത്തുമ്പോൾ ബാക്കിയുള്ളവരും തിരുത്തപ്പെടും. നമ്മൾ സ്നേഹിക്കുമ്പോൾ ബാക്കിയുള്ളവരും സ്നേഹിക്കാൻ മനസ്സുള്ളവരാകും. മാതൃകയാകേണ്ടത് ഓരോ ദൈവമക്കളുമാണ്. നമുക്ക് അതിനെല്ലാം സാധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ കർത്താവിൻ്റെ വരവെങ്കിൽ പുതിയൊരു സ്നേഹബന്ധത്തിലേക്ക് നമ്മളെല്ലാം കടക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നമുക്ക് കടക്കാൻ സാധിക്കട്ടെ. ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ദൈവസ്നേഹം കർത്താവിനായിട്ട് എല്ലാവർക്കും പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ഹല്ലേലൂയ. കർത്താവേ, യേശുബച്ചനെ, കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് കർത്താവ് ആഴമായി അറിയുവാൻ അടിയങ്ങളെ ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ. അത് മറ്റുള്ളവരിൽ
മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കർത്താവെ അപ്പച്ചനെ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവസ്നേഹത്തിൻ്റെ പുതിയൊരു ചങ്ങല അപ്പാ അടിയങ്ങളിലൂടെ കർത്താവെ അപ്പച്ചനെ കണക്ട് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനേകരിലേക്ക് ആശ്വാസമായി മാറുവാൻ, അനേകരെ സ്നേഹം കൊണ്ട് കർത്താവെ അപ്പച്ചനെ ദൈവസ്നേഹം കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് കർത്താവ് അനേകരെ വിടുവിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ കർത്താവെ നിൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും സാധിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചന കേട്ടവൻ കൃപയ്ക്കായി അങ്ങയുടെ സ്തോത്രം. ആമേൻ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു ദിവസക്കാലം കർത്താവിൻ്റെ ചിന്തയുമായി, കർത്താവിൻ്റെ വചന ചിന്തയുമായി വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക.